ഹലോ ഡിയേഴ്സ്, എപ്പോഴും നമ്മൾ സ്ത്രീകളെയൊക്കെ ഉത്തേജിപ്പിക്കേണ്ട അല്ലെങ്കിൽ അവരെ എങ്ങനെ ഉണർത്തിയെടുക്കുക എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഇന്ന് നമുക്ക് സ്ത്രീകൾക്ക് പുരുഷന്മാരെ നാവ് കൊണ്ട് എങ്ങനെയൊക്കെ അവരുടെ ഉത്തേജനം കൂട്ടാമെന്നും അതിലൂടെ അവർക്ക് ഏറ്റവും നല്ലൊരു രതിമൂർച്ച കൊടുക്കാമെന്ന് നോക്കിയാലോ. 6 സർപ്രൈസിങ് വേയിലൂടെ നിങ്ങൾക്ക് ഇത് ചെയ്യാവുന്നതേ ഉള്ളൂ. അതെങ്ങനെയാണെന്ന് നോക്കാം. അതിനു മുമ്പ് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒക്കെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സംഭവം മെച്ചപ്പെടുത്താം. സേസ ഹിമാലയൻ ശീലാജിത്ത്. ഇത് ശീലാജിത്തിന്റെ ബെനിഫിറ്റ്സ് ഒക്കെ നിങ്ങൾക്ക് അറിയാലോ. പുരുഷന്മാരുടെ പുരുഷ ഹോർമോണൊക്കെ കൂട്ടാൻ സാധിക്കും, അവരുടെ സ്റ്റാമിനയൊക്കെ കൂട്ടാൻ വേണ്ടി സാധിക്കും. ഫുൾവിക് ആസിഡൊക്കെ റിച്ച് ആയിട്ടുള്ള, അതുപോലെ നിങ്ങളുടെ സ്ട്രെസ്സും ആങ്സൈറ്റിയൊക്കെ മാറ്റാനും നിങ്ങളുടെ ശാരീരികമായിട്ടുള്ള നിങ്ങളുടെ ഫിസിക്കൽ ഹെൽത്തും മാനസിക ഹെൽത്തൊക്കെ കൂട്ടാൻ പറ്റിയിട്ടുള്ള വളരെ നല്ലൊരു സാധനമാണ്. ബ്രെയിൻ ഹെൽത്ത് കൂട്ടാൻ വേണ്ടിയിട്ടും നിങ്ങളുടെ കിഡ്നീൻ്റെ ഹാർട്ടിൻ്റെയൊക്കെ ഹെൽത്ത് കൂട്ടാൻ വേണ്ടിയിട്ടും നിങ്ങളുടെ വയസ്സൊക്കെ കുറച്ച് കാണാൻ നിങ്ങളുടെ ശീഘ്രസ്ഖലനമൊക്കെ മാറ്റാൻ വേണ്ടിയിട്ടും അതുപോലെ നിങ്ങൾ ഉദ്ധാരണമൊക്കെ കൂട്ടാൻ വേണ്ടിയിട്ടും ലൈംഗികതയെ വളരെ നന്നായിട്ട് പെർഫോം ചെയ്യാനൊക്കെ സഹായിക്കുന്നതാണ് ശിലാജിത്ത്. അതുപോലെ തന്നെയാണ് സ്ത്രീകൾക്കും അവരുടെ ഇമ്മ്യൂണിറ്റി കൂട്ടാനും എനർജി കൂട്ടാൻ വേണ്ടിയിട്ടും ഹാർട്ട് ഹെൽത്തിനും ലിവർ ഹെൽത്തിനും ഒക്കെ സഹായിക്കുന്ന, വെയിറ്റ് ലോസിന് വരെ സഹായിക്കുന്ന ഒരു സംഭവം തന്നെയാണ് ശിലാജിത്ത്. സേസയുടെ ഹിമാലയൻ ശിലാജിത്ത് പ്യൂരിറ്റി ടെസ്റ്റും അതുപോലെ തന്നെ സേഫ്റ്റി ടെസ്റ്റൊക്കെ കഴിഞ്ഞതാണ്. വളരെ പ്യുവർ ആയിട്ടുള്ളതാണ്. മാത്രമല്ല ഫുൾവിക് ആസിഡ് അബവ് 60% ഇതിലടങ്ങിയിട്ടുണ്ട്. ഭക്ഷണശേഷം 2 നേരം കഴിക്കാവുന്നതാണ് കേട്ടോ. ഇത് ഇങ്ങനെ ഉണ്ടാവുക, ഇത് ഓപ്പൺ ചെയ്തിട്ട് ഇങ്ങനെ ഒരു ബോട്ടിൽ ഉണ്ടാവും. നമുക്ക് ടൈനി ആയിട്ടൊരു സ്പൂൺ നല്ല ക്യൂട്ടായിട്ടുണ്ട്. ഇതിന്ന് ഒരു പയറുമണീൻ്റെ വലിപ്പത്തിൽ എടുത്താൽ മതിയാവും കേട്ടോ. 100 ml വാട്ടറിൽ ഡൈല്യൂട്ട് ചെയ്യണം. ഡൈല്യൂട്ട് ആയപ്പോൾ കണ്ട ഒരു ഗോൾഡൻ കളറായേ, എന്നിട്ട് കുടിക്കാം. ഒരു കുഴപ്പമില്ല. അപ്പോൾ ഈ പ്രൊഡക്റ്റ് വേണ്ടവർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കാണുന്ന ലിങ്ക് വഴിയിട്ട് കയറിയിട്ട് പർച്ചേസ് ചെയ്തോളൂ കേട്ടോ. ഇനി നമുക്ക് പുരുഷനെ നാവ് കൊണ്ട് എങ്ങനെയൊക്കെ ഉത്തേജിപ്പിക്കാം എന്ന് നോക്കാം. ആദ്യം തന്നെ നിങ്ങളുടെ ചാർജ് നിങ്ങൾ ഏറ്റെടുക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. ഓക്കെ, ഇത് സാധാരണ നമ്മളെ നാട്ടിലൊക്കെ കുറേ പേര് മേലെ വയ്ക്കുന്നതാണ്, വെറുതെ കിടക്കുകയുള്ളൂ, ഒന്നും ചെയ്തു തരില്ല എന്നൊക്കെ. അപ്പോൾ ചിലപ്പോൾ അവർക്ക് അറിയാണ്ടായിരിക്കും. അത് പുരുഷൻ്റെ കഴുത്തിന് പുറകിലൂടെ നാവിലൂടെ അവരുടെ ചെവിയിൽ സർക്കുലർ മോഷനിൽ നാവ് ചലിപ്പിച്ച് ഉത്തേജിപ്പിക്കുമ്പോൾ അവിടെ ഒരുപാട് എറോജനസുകളുണ്ട്. അതൊക്കെ അവർക്ക് ഉത്തേജനം നൽകുകയും അതുപോലെ തന്നെ ചെവിൻ്റെ അകത്തേക്ക് നാവ് കയറ്റുന്നത് വളരെയധികം ഉത്തേജനം കൊടുക്കാൻ വേണ്ടി സഹായിക്കുന്ന ഒന്നാണ്. അതുപോലെ തന്നെയാണ് ചെവിയുടെ പുറകിലായിട്ട് വരുന്ന ഈ ഭാഗത്ത് ഇങ്ങനെ ചെയ്യുന്നതിലൂടെ അവർക്ക് കൂടുതലായിട്ട് ഒരു ഉത്തേജനം നൽകാൻ വേണ്ടിയിട്ടൊക്കെ വളരെ സ്ലോലി ആയിട്ട് ചെയ്യേണ്ട കാര്യമാണിത്. അന്ന് വളരെ സെൻസിറ്റീവായിട്ടുള്ള സ്ഥലമാണ്. അവിടെ അത്രയധികം നല്ല സ്മൂത്തായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് ഏറ്റവും നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ വേണ്ടി പറ്റും. ഈ സമയത്ത് തന്നെ അവരുടെ ചെവിയിൽ നിങ്ങളുടെ ആ ബ്രീത്തും അതുപോലെ കുറച്ച് വളരെ പതിയായിട്ടുള്ള നല്ല സംസാരമൊക്കെ അങ്ങനെ പറയുകയാണെങ്കിൽ അവർക്ക് കൂടുതലായിട്ട് ഉത്തേജനം കിട്ടാനും നിങ്ങളുടെ ബ്രീത്ത് അവിടെ ഉണ്ടായിരിക്കണം. നിങ്ങളുടെ സംസാരം വളരെ സോഫ്റ്റായിട്ട് അവിടെ ഉണ്ടായിരിക്കണം. അതുമാത്രമല്ല നിങ്ങൾ നാവ് കൊണ്ട് ഉത്തേജിപ്പിക്കുകയും വേണം. ആദ്യം തന്നെ ഓടിപ്പോയിട്ട് ഫ്രഞ്ച് ഒന്നും കൊടുക്കണ്ട, വളരെ ലൈറ്റായിട്ട് അത്ര മതിയോ, പതിയെ കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് അതിന് ശേഷം അപ്പം വളരെ സോഫ്റ്റായിട്ടുള്ള ടച്ച് പലതരത്തിലുള്ള അവരുടെ ഉത്തേജനം ഉണ്ടാകാൻ വേണ്ടി, അത് ഇറോജനസൂണൊക്കെ ഉണരാൻ വേണ്ടിയിട്ട് സഹായിക്കും. അതുപോലെ തന്നെ പിന്നീട് അവർക്ക് ഫ്രഞ്ചൊക്കെ ആവാം. ആ സമയത്ത് തന്നെ നാവ് ടേസ്റ്റ് ചെയ്യുന്ന രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ടേസ്റ്റ് ചെയ്യുന്നത് അത് നിങ്ങളുടെ ഇഷ്ടം പോലെയൊക്കെ ചെയ്യാം. അതും വളരെ നന്നായിട്ട് ഒരു ബോണ്ട് കൂട്ടാൻ വേണ്ടിയിട്ടും അവർക്ക് ലൈംഗികതയിലേക്ക് ഉണർത്താൻ വേണ്ടിയിട്ടൊക്കെ സഹായിക്കുന്നുണ്ട്. അതുപോലെ ലിപ്പിൻ്റെ താഴെ കടിക്കുന്നത്, മുറുക്ക് കടിച്ചൊക്കെ ഒന്നും ചെയ്ത് പതിയെ കടിച്ച് വലിക്കുന്നതൊക്കെ കുറച്ചും കൂടി മീൻസ് നമ്മൾ അവരെ ഡോമിനേറ്റ് ചെയ്യുന്ന ഒരു ലെവലിലേക്ക്, നമ്മൾ ഒരു ചാർജ് ഏറ്റെടുക്കുന്ന സ്ത്രീകൾ അവരുടെ ചാർജ് ഏറ്റെടുക്കുന്ന ലെവലിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് കൂടുതലായിട്ട് അവർക്കത് എൻജോയ് ചെയ്യാൻ പറ്റുമെന്നാണ് പറയുന്നത്. പിന്നെ താഴോട്ട് വരാൻ കഴുത്തിലാണെങ്കിലും അവരുടെ മാറിടത്തിലാണെങ്കിലും അവരുടെ മുലക്കണ്ണുകളിലാണെങ്കിലും എങ്ങനെയൊക്കെയാണോ ഇപ്പോൾ നിങ്ങൾ സ്ത്രീകളെ എങ്ങനെയൊക്കെയാണോ ഉത്തേജിപ്പിക്കുന്നത്, ഓരോ രോമകോപത്തിട്ടും നിങ്ങളുടെ നാവും നിങ്ങളുടെ വായും ഒക്കെ ചെല്ലുന്നത് അവരെ ഏറ്റവും നന്നായിട്ട് ഉണർത്താൻ വേണ്ടി സഹായിക്കും. ശരിക്കും സ്ത്രീകൾക്ക് മാത്രമല്ല ഇങ്ങനെ ചെയ്തു കൊടുക്കേണ്ടത്, പുരുഷന്മാർക്കും ഇങ്ങനെ ചെയ്തു കൊടുക്കണം. അവരുടെ ഓരോ ബോഡീൻ്റെ ഓരോ അംശത്തിലും അവരുടെ ഓരോ രോമകൂപങ്ങളും എഴുന്നേൽക്കുന്ന രീതിയിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് ഏറ്റവും നന്നായിട്ട് എന്താ പറയുക, ഇപ്പോൾ ആദ്യം തന്നെ പോയിട്ട് അവരുടെ ലിംഗത്തിൽ ഉത്തേജിപ്പിക്കുക എന്നല്ല ചെയ്യേണ്ടത്. അതേപോലെ തന്നെ
അവരുടെ തൊട, അവരുടെ കാല്, അവരുടെ കാൽപാദങ്ങൾ വരെ വേണേലും സ്പർശിച്ചതിന് ശേഷം അവസാനം മതിയാവും ഇത്രയും സെൻസിറ്റീവായിട്ടുള്ള ലിംഗത്തിലേക്ക് എത്താൻ വേണ്ടി. ഇപ്പോൾ ഓറലിയൊക്കെ ബന്ധപ്പെടുമ്പോൾ ഇപ്പോൾ ഐസ് ക്യൂബൊക്കെ വായിലിട്ട് ഒന്ന് തണുപ്പിച്ചതിന് ശേഷം അവർക്ക് ചെയ്തു കൊടുക്കുന്നതുകൊണ്ടോ, അതുപോലെ തന്നെ വെളിച്ചെണ്ണയൊക്കെ ഉപയോഗിച്ചിട്ടാണെങ്കിൽ നിങ്ങൾ വായിലാക്കിയതിന് ശേഷം അവർക്ക് കൊടുക്കുന്ന ഓറലിയൊക്കെയുള്ള ലൈംഗിക ബന്ധത്തിൽ കൂടുതലായിട്ട് അവർക്ക് എൻജോയ് ചെയ്യാൻ പറ്റും എന്നൊക്കെയാണ് പറയുന്നത്. ഇതൊക്കെ സേഫ് ആയിട്ടുള്ള കാര്യങ്ങളാണ്, ഇങ്ങനെയൊക്കെ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങളിപ്പോൾ ഉറകളൊക്കെ ഉപയോഗിക്കുന്നവരാണെങ്കിൽ ഓറലിയൊക്കെ ചെയ്യുമ്പോൾ സേഫായിട്ട് ചെയ്യുമ്പോൾ ഉറ ഉപയോഗിക്കണം, അത് മസ്റ്റായിട്ടും വേണ്ടതാണ്. നിങ്ങൾ ഫ്ലേവർ ഉള്ള ഉറകൾ ഉപയോഗിക്കുകയാണെങ്കിൽ കൂടുതൽ നന്നായിട്ട് ആ സമയത്ത് എൻജോയ് ചെയ്യാനൊക്കെ പറ്റും. അപ്പം നമ്മളെപ്പം പറയലുണ്ട്, എന്താണെങ്കിലും പാർട്ട്ണറോട് അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിച്ചാൽ അവരുടെ ഇഷ്ടങ്ങളൊക്കെ അറിഞ്ഞിരിക്കണം അല്ലേ. ഇപ്പോൾ പുരുഷൻ്റെ ആണെങ്കിലും ഇഷ്ടങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എവിടെയൊക്കെ തൊടുമ്പോഴാണ്, എവിടെയൊക്കെ ചെയ്യുമ്പോഴാണ് ഇഷ്ടം അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നന്നായിട്ട് അങ്ങനെ ചെയ്യാൻ പറ്റും. ഇപ്പോൾ 69 പോലുള്ള പൊസിഷനിലൊക്കെ കിടന്നിട്ടോ അല്ലെങ്കിൽ എങ്ങനെയൊക്കെയാണോ, ഏതൊക്കെ പൊസിഷനിലാണോ നിങ്ങൾക്ക് ഇഷ്ടം അതിനനുസരിച്ചൊക്കെ ചെയ്തിട്ട് നിങ്ങൾക്ക് ഓറലിയൊക്കെ ഇങ്ങനെ ചെയ്യാവുന്നതാണ്. അത് മാത്രമല്ല, ഈ സമയത്ത് ഐ കോണ്ടാക്റ്റ് നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നത് നല്ലൊരു റൊമാൻറ്റിക് ആയിട്ടുള്ള ഒരു കൂടുതലായിട്ട് ഉണർത്താൻ വേണ്ടിയിട്ടൊക്കെ സഹായിക്കുമെന്നാണ് പറയുന്നത്. ഭക്ഷണങ്ങൾ കൊണ്ടൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അങ്ങനെ ചെയ്യാതെ മാത്രമല്ല അവരുടെ ലിംഗത്തെ മാത്രം ഉത്തേജിപ്പിക്കുന്ന രീതിയിലാണ്ട് അവരുടെ വൃഷ്ണങ്ങളിലും അത് ചുറ്റുപാടും ഒക്കെ ചെയ്യുന്നത് അവർക്ക് കൂടുതലായിട്ട് അവർക്ക് ഉത്തേജനം നൽകാൻ വേണ്ടിയിട്ട് സഹായിക്കും. നിങ്ങൾ നിങ്ങളുടെ ചാർജ് ഏറ്റെടുക്കുമ്പോൾ ഏറ്റവും ഭംഗിയായിട്ട് ഏറ്റവും നല്ലതായിട്ട് ചെയ്യണമെങ്കിൽ വളരെ ഇഷ്ടപ്പെടുന്ന, നിങ്ങളെ അതേപോലെ ഇഷ്ടപ്പെടുന്ന അത്രയധികം സ്നേഹമുള്ളവരിലൊക്കെ ഇത് സംഭവിക്കത്തുള്ളൂ. അപ്പോൾ മാക്സിമം ഒരുപാട് സ്നേഹിക്കുക, മനസ്സറിഞ്ഞ് സ്നേഹിക്കുക. അല്ലാത്ത ഒരാളോട് ഇങ്ങനെ ചെയ്തു കൊടുക്കാനും പറ്റത്തില്ല, സ്വീകരിക്കാനും പറ്റില്ല. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. സീ യു നെക്സ്റ്റ് ടൈം വിത്ത് എ ന്യൂ ടോപ്പിക്. ബൈ ബൈ.